പരിശുദ്ധ എലിസബത്തിൻ്റെ സാക്ഷ്യം കർത്താവ് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളെ അറിയിക്കാം. കർത്താവ് ആരാധന അഭിഷേകത്തിൽ അനേകം മക്കളെ അതുപോലുള്ള അനുഭവങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടും ഈ നിമിഷം ഈ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും നിങ്ങളെ അതുപോലെ അനുഗ്രഹിച്ചത് കൊണ്ടുമാണ് ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് ആ രീതിയിലേക്ക് ആരാധനാഭിഷേക ഗാനങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് നമ്മളെ ആരാധിപ്പിച്ചത്. ഇപ്പോൾ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് കൈ അടിച്ചു കൊടുത്താൽ നന്ദി പറയുക. സന്തോഷത്തോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് സ്പർശിക്കണമേ, സ്പർശിക്കണമേ, അവനെ സ്പർശിക്കണമേ, തിരുസഭയെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഭാഷാപരിപ്പിക്കുന്നവര് ഭാഷാപടത്തിൽ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങളുടെ രക്ഷ അത് ഭൗതികമായിക്കൊള്ളട്ടെ, ശാരീരികമായിക്കൊള്ളട്ടെ, ജീവിത വിഷയമായിക്കൊള്ളട്ടെ, ആത്മരക്ഷയായിക്കൊള്ളട്ടെ, വചനം എന്താ പറയണത്? അത് നിങ്ങൾക്ക് സമീപസ്ഥമാണെന്ന്. അത് നിങ്ങളുടെ സമീപസ്ഥമാണ്, അത് നിങ്ങളുടെ അധരങ്ങളിലുണ്ട്. ഏറ്റുപറയുന്നതനുസരിച്ച് കൊണ്ട് അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റോമാലേഖനത്തിൻ്റെ 10:8, റോമാലേഖനം 10:8 എന്താ പറയണത്? ഏറ്റു പറഞ്ഞേ, എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ്. നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. നിങ്ങളുടെ രക്ഷ സമീപസ്ഥമാണ്. എവിടെയാണ് ഇരിക്കുന്നത് ആ രക്ഷ? നിങ്ങളുടെ അധരത്തിലുണ്ടെന്ന്. മനസ്സിലായില്ലേ? ഈ അധരത്തിലുള്ള രക്ഷ, നിങ്ങളുടെ ക്യാൻസറിൻ്റെ സൗഖ്യം, അല്ലെങ്കിൽ മക്കളില്ലാത്തപ്പോൾ മക്കൾ ഉണ്ടാകുന്ന ആ നിങ്ങളുടെ അനുഗ്രഹം എവിടെ ഇരിക്കണത്? നിങ്ങളുടെ അധരത്തിലിരിക്കുകയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? പുറത്തല്ല. പിന്നെ എവിടെയാണ്? നമ്മളുടെ സൗഖ്യവും കുടുംബത്തിൻ്റെ സമാധാനവും എവിടെ ഇരിക്കുന്നു? നമ്മുടെ അധരത്തിലിരിക്കുകയാണ്, ചുണ്ടിലിരിക്കുകയാണ്. എന്തു ചെയ്യണം? അതാണ് പറയണത്. റോമ 10:8 എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. നിന്നെ രക്ഷിക്കാനുള്ള മാർഗം എവിടെയുണ്ട്? നിന്റെ അധരത്തിലുമുണ്ട്, നിന്റെ ഹൃദയത്തിലുമുണ്ട്. അതെന്ത് ചെയ്യണം? ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും. പറഞ്ഞേ,
കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അധരം കൊണ്ട് ഏറ്റുപറയുന്നതിലാണ് എപ്പോഴും രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:30 എന്താണ്? യേശുവിൻ്റെ കയ്യിലെടുക്കുമ്പോൾ, ഉണ്ണീശോവിൻ്റെ കയ്യിലെടുക്കുമ്പോൾ ശമയോൻ പറയുന്നത് എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:30 ഏറ്റു പറഞ്ഞ് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എത്ര അധ്യായമാണ്? 2-ാം അധ്യായം. എത്രാമത്തെ വാക്യം? 30-ാമത്തെ വാക്യം. മനസ്സിലായില്ലേ? അതിലാണ് കാര്യം ഇരിക്കുന്നത്. എന്താണ് ഇരിക്കുന്നത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ്? അല്ല. കർത്താവിൻ്റെ വചനം, സത്യവചനം എന്താ പറയണത്? യേശുവിലൂടെയുള്ള അനുഗ്രഹം ആർക്കുള്ളതാണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി. ആ വചനം നിങ്ങൾ മറന്നു പോകരുത്. ക്രൈസ്തവർ ഒട്ടും മറന്നു പോകരുത്. എന്താ കാര്യം? അത് നിങ്ങളുടെ അവകാശമാണ്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം. എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പം ക്രിസ്തു അതിൽ നിന്ന് രക്ഷ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? അധരത്തിലുണ്ടത് എല്ലാവരുടെയും ഏറ്റു പറയണം. കാര്യം കഴിഞ്ഞ ദിവസം അത് എങ്ങനെയാണ് ജീവിത മണ്ഡലങ്ങളിലെ യേശുവിനെ ഏറ്റു പറയണതെന്ന് ആണ് ഈ 2 സാക്ഷ്യങ്ങൾ. പ്രജിത എലിസബത്തിൻ്റെ സാക്ഷ്യവും പിന്നെ ഇന്നലെ മെനയെന്ന് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, റാണി ഷൈജുവിൻ്റെ അങ്കമാലിക്കാർ. റാണി ഷൈജുവിൻ്റെ വിഷയം എന്താണെന്നറിയോ? റാണി ഷൈജു ഭാര്യയും ഭർത്താവും ഇപ്പം അവർ ഇവിടെ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ്, അപ്പം 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ വന്നത്, 3 കുഞ്ഞുങ്ങളെയും കൊണ്ട്. അപ്പോൾ അവിടെ ഓരോരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് അവർ ഓറഞ്ച് ചീട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഒരു കൊല്ലത്തോളം ഉറമ്പ് നിന്നിട്ടുള്ള അതിൻ്റെ രേഖകൾ അവിടെയിലുണ്ട്. ഓറഞ്ച് ചീട്ടെന്ന് പറയും. അപ്പോൾ അവരോട് നമുക്ക് മെസ്സേജ് കിട്ടുന്ന ചീട്ടാണത്. അപ്പോൾ അത് മെസ്സേജ് പറയും. ആ വിഷയത്തിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിന് മെസ്സേജ് പറയും. കാര്യം അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ കമച്ചോർ ഉടമ്പടിയായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ്, ഞാൻ ഇവർ പറഞ്ഞ എല്ലാവരുടെ കാര്യങ്ങളെ സെറ്റ് ചെയ്തിട്ട് പോകാൻ നേരത്ത് ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളെല്ലാം റാണിയുടേതാണെന്ന് ചോദിച്ചു. കാര്യം ഇവർ 4-5 പേരുണ്ടായിരുന്നു, അവർ മാത്രമല്ലായിരുന്നു, 5 പേര് കൂടിയാണ് വന്നത്. അപ്പോൾ റാണി ഷൈജു പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, ഇത് അമ്മയുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയുടെ കുഞ്ഞുങ്ങളാ? പിന്നെന്താ നിങ്ങൾ അമ്മയുടെ കുഞ്ഞുങ്ങളായിട്ട് സാക്ഷ്യം പറയാത്തതെന്ന് ചോദിച്ചു. ഇല്ല, സാക്ഷ്യം പറയാൻ വന്നാണ്. ഇവിടെ ഭയങ്കര തിരക്കായത് കൊണ്ട് ഞങ്ങൾ പിന്നെ വേറൊരു ദിവസം വന്ന് പറയാമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോഴെന്താണ്, കുഞ്ഞിനെ ഒരു ആയയെ കൊണ്ട് ഇടിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. 3 കുഞ്ഞുങ്ങളുണ്ടായിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റണില്ല. അവരുടെ കൂടെ വേറെ ഒരു കെയർ ടേക്കറിനെ കൂടി അവർ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി നിർത്തിയിട്ട് അവരെയും ആ കുഞ്ഞിനെയും കൊണ്ടെടുത്ത്. അപ്പോൾ കെയർ ടേക്കറെല്ലാം മാറിയപ്പോൾ റാണി ഷൈജു മാത്രം 3 കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ചിട്ട് ഡയസിൽ കയറി നിന്നു സാക്ഷ്യം പറയാൻ. അപ്പോൾ എന്താ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രസമാണ്. ഇവർക്ക് 14 കൊല്ലമായിട്ട് മക്കളില്ല. 1-2 കൊല്ലമല്ല, 1-2 കൊല്ലമുള്ളവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മത്തെ ഒരു വിഷയം. ഇനിയിപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞാലും, ഇപ്പം വൈദ്യശാസ്ത്രം എന്ത് പറഞ്ഞാലും ഈ വിഷയത്തിൽ ഇത് അമ്മയുടെ ധ്യാന കേന്ദ്രമായതുകൊണ്ട് അമ്മയോട് ബന്ധപ്പെട്ട, സ്ത്രീകളോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ പെട്ടെന്ന് തീരുമാനമുണ്ടാകും. എന്താ കാര്യത്തിൽ ഇത് മരിയൻ ധ്യാന കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കാനായ ഈ ഉടമ്പടി പോലും എന്താണ്, കാനായിൽ അവർക്ക് കല്യാണ വേളയിൽ അവർക്ക് അപമാനം ഉണ്ടാകാൻ പോകണമെന്ന് തിരിച്ചറിഞ്ഞതാരാ? അമ്മയാണ്. വീട്ടിൽ അടുക്കളയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം അറിയണത് ആരാണ്? അമ്മമാരായിരിക്കും അറിയണത്. അപ്പന്മാർ പിന്നെ അറിയത്തുള്ളൂ. അപ്പം അടുക്കള പ്രശ്നം എന്താ? അപ്പം അമ്മ അടുക്കളയിലായിരുന്നുള്ളത് ഇന്നലെ.
അപ്പം അടുക്കളയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഇല്ലായ്മകൾ അറിയുമ്പോൾ അറിഞ്ഞപടി നിൽക്കുകയല്ല, അതെവിടെയാണ് ആ വിഷയം കൊണ്ടുവന്ന് എത്തിക്കേണ്ടതെന്ന് അമ്മയ്ക്കറിയാം. എൻ്റെ മക്കളെ, എല്ലാ വിഷയവും എന്ത് വിഷയമാണ്? അടുക്കള വിഷയമാണ്. ഇപ്പം നിങ്ങൾ വൈറ്റ് എഴുതുന്ന കാര്യം എന്താണ്? അതൊരു അടുക്കള വിഷയമാണ്. അല്ലാതെ അതൊരു വിദ്യാഭ്യാസ വിഷയമല്ലത്. നിങ്ങൾ എടുക്കുന്ന PSC എന്തിൻ്റെ വിഷയമാണത്? അടുക്കള വിഷയം. ആഹാര വിഷയമല്ല ആദ്യം, ആഹാര വിഷയമല്ല ആദ്യത്തത് മനുഷ്യന്. അപ്പം എല്ലാ വിഷയവും അടുക്കള വിഷയമാണ്. നമ്മളനുഭവിക്കുന്ന എല്ലാ വിഷയവും അമ്മമാതാവിൻ്റെ മുമ്പിൽ വെക്കാൻ പറ്റിയ യോഗ്യതയുള്ള വിഷയങ്ങളാണ്. അപ്പം ഇവളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവൾ 14 വർഷമായിട്ട് നിനക്കറിയാമല്ലോ ഇപ്പോഴത്തെ ടെക്നിക്ക്, ഇപ്പം പ്രത്യേകിച്ച് പീഡിയാട്രിക്സ് ഗൈനക്കോളജിക്കൽ സെക്ഷൻ എന്ന് പറയണത് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടല്ലേ. ടെസ്റ്റ് ട്യൂബ് ശിശു പോയിട്ട് ക്ലാനിങ് വരെ ഉണ്ടല്ലേ. നമ്മളോരോ കാര്യങ്ങൾ പറയത്തില്ല. അതായത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാം സൊഫിസ്റ്റിക്കേറ്റായിട്ട് ഡെവലപ്ഡായിട്ടും 14 കൊല്ലമായിട്ട് ആധുനിക കാലത്തും കുഞ്ഞുങ്ങളില്ലാത്തവരെ എന്തു ചെയ്യും? എല്ലാ സിസ്റ്റംസും ഉണ്ട് ഇപ്പം. പക്ഷേ ആധുനിക കാലത്ത് ടെസ്റ്റ് ട്യൂബ് ശിശു വരെ ഉണ്ട്. ഇനിയിപ്പോൾ ടെസ്റ്റ് ശിശുവിന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഒരു സാക്ഷ്യം ഉണ്ടായി. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞുകൊണ്ടാണ് പറയാത്. അതൊരു നേഴ്സാണ്. അവർ സൗദിയിൽ വർക്ക് ചെയ്യുന്നത്. അവരുടെ പ്രശ്നം എന്താ? അവരുടെ ഗർഭപാത്രം മൊത്തം കുരുക്കളാണ്. കഴിഞ്ഞ മാസം പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. എന്നിപ്പോൾ പറയാൻ കാര്യം, അവർ ഈ ഉടമ്പടി എടുത്തിട്ടില്ല, കൃപാസനം കണ്ടിട്ടില്ല. അവർ ആളെങ്ങനെ ഗർഭം ധരിക്കണമെന്നൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എന്താ സംഭവിച്ചിരിക്കണത്. ഇവരുടെ ഗർഭപാത്രം മുഴുവനും കുരുക്കൾ. ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇന്ത്യയിൽ പോകുന്നു, പിന്നെ തിരിച്ചു വന്നപ്പോഴും സ്കാൻ ചെയ്തപ്പോഴും കുരുക്കൾ അതിനേക്കാൾ കൂടുതലായിട്ട് അവിടെ ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ പിന്നെ ലീവിന് പോകുന്നു, തിരിച്ചു വന്നപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്, കുരുക്കൾ ഗർഭപാത്രത്തിൽ അതുപോലെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്താ, നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയുന്നു. ഇപ്പം ഈ കുരുക്കമുള്ള കാരണം എന്നാ പറയുന്നത്? ബ്ലീഡിങ് ഉണ്ട് അല്ലേ, ബ്ലീഡിങ് ഉണ്ട്. അതുകൊണ്ട് വെയിറ്റ് കുറയണം, നിങ്ങൾ ഗർഭപാത്രം എടുത്ത് കളയാൻ പറഞ്ഞു, മുറിച്ച് കളയാൻ പറഞ്ഞു. ഈ 10-25 വയസ്സുള്ള അല്ലെങ്കിൽ 28 വയസ്സുള്ള ആൾ ഗർഭപാത്രം മുറിച്ച് കളഞ്ഞുള്ള സങ്കടം എന്ന് വെച്ചാൽ അവിടെ ഹാർട്ട് പോണ പോലുള്ള വേദനയാണ് അവർ അനുഭവിക്കുന്നത്. തീർന്നില്ലേ? വൈദ്യശാസ്ത്രത്തിന് ചില സമയത്ത് നമ്മളോട് പറയാൻ പറ്റുന്നത് അവയവം മുറിച്ച് കളയാനേ പറയാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വൈദ്യശാസ്ത്രത്തെ കൊച്ചായിട്ട് പറയണല്ലോ, ഞാനും മരുന്ന് ആവശ്യമുള്ളപ്പോൾ എടുക്കുന്ന ആളാണ്. അല്ലാതെ വൈദ്യശാസ്ത്രത്തെ എതിർത്തോ ഡോക്ടറെ എതിർത്തോ സംസാരിക്കുകയല്ല. പക്ഷേ ഒരു സംഭവം വരുമ്പോൾ, ഒരു നിമിഷം വരുമ്പോൾ, ഒരു ഘട്ടം വരുമ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്നും പോകും. അതെപ്പോഴും ഓർത്തേക്കണം. എല്ലാവരുടെ കയ്യിൽ നിന്നും പോന്നാലും നിൻ്റെ കണ്ണീര് ഏറ്റെടുക്കാൻ വേണ്ടി ഒരാൾ കയ്യിൽ നിന്നിട്ട് നിൽക്കുന്നുണ്ട്. നിൻ്റെ അമ്മ, നിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മകള്, പുത്തൻ തമ്പുരാൻ്റെ മകള്, പിതാവായ ദൈവത്തിൻ്റെ മകള്, പുത്തൻ തമ്പുരാൻ്റെ അമ്മ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷകൻ്റെ അമ്മ, പരിശുദ്ധ കന്യാസ്ത്രീ മറിയം കൈയിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ആരാധിക്കുന്നു. എൻ്റെ പേര് മേഴ്സി, ബോൾഗാട്ടി എന്ന് വരുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയാണ് എനിക്ക് പള്ളിയിലൊക്കെ ഇന്ന് പോകുമ്പോൾ ഈ കൃപാസന പേപ്പർ കിട്ടും. അപ്പം ഞാൻ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഒന്നും നോക്കാറില്ല. കാരണം എല്ലാ ദിവസവും മദ്യപിച്ചില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മദ്യപാനം, അത് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടാവും. പിന്നെ മദ്യപിച്ച് കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകും, വീടും മറന്നു പോകും. വീടിൻ്റെ അതിലേക്കൂടി ചിലപ്പോൾ നേരെ പോകും. പിന്നെ പുഴയിലേക്ക്, കിണറ്റിലേക്കൊക്കെ പോകും. അങ്ങനെ മരിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരുന്നു ഓരോ ദിവസവും. പിന്നെ ഛർദിലും അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം 2017 ഒരു ദിവസം ഇതുപോലെ ഞാൻ പേപ്പർ കൊണ്ടുവന്ന് അവിടെ എറാത്ത് തന്നെ ഒരു സ്ഥലത്തിട്ടു. ഞാനപ്പോൾ ഈ പേപ്പർ കൊണ്ടുവരുന്ന മുഴുവനും ഇയാളോട് മിണ്ടാതെ കിടക്കുന്നതിൻ്റെ താഴെ കൊണ്ടുവന്ന് വയ്ക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറയും, ഇയാളെ മാതാവ് മാനസാന്തരപ്പെടുത്തണമെന്ന്.
ഈ ഒരു ദിവസം ഞാൻ ധൃതി ആയതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് പേപ്പർ ഇട്ട് കടന്നു പോയി. പിന്നെ ഞാൻ മറന്നുപോയി. അന്ന് ഒരുപാട് മദ്യപിച്ച് എൻ്റെ വീടും കഴിഞ്ഞ് നേരെ പോയി. അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ വന്ന വിരുന്നുകാർ കണ്ട് പിടിച്ചോണ്ട് വന്നു. അപ്പോൾ അവർക്കൊന്നും അധികം അറിയില്ല. പിടിച്ചോണ്ട് വന്നിട്ട് അന്ന് ഒത്തും ബോധമില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോൾ പേപ്പർ എടുത്ത് നോക്കി ഉടനെ തന്നെ പിന്നത്തെ ചൊവ്വാഴ്ച ആയപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത ശേഷം ഇന്ന് വരെ ഒരു തരി പോലും മദ്യപിച്ചിട്ടേ ഇല്ല. അതുമാത്രമല്ല, പള്ളിയിലൊക്കെ മുമ്പും ഞായറാഴ്ചയൊക്കെ പോയിരുന്നു. പക്ഷെ പള്ളിയിൽ പോവുകയും കൂടുതൽ വിശ്വാസത്തോടെ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 2021 നവംബർ ആയപ്പോഴേക്കും ഇയാൾക്ക് ലങ്സിന് കഫക്കെട്ടൊക്കെ കൂടി പഴുപ്പൊക്കെ ആയി. അത് അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു വളരെ സീരിയസ് ആണ്, അതുകൊണ്ട് ഇത് കഫമൊക്കെ വലിച്ചെടുത്ത് നോക്കാം നമുക്ക്, എന്നിട്ട് ബയോപ്സിക്ക് എടുക്കേണ്ടി വരുമായിരിക്കും, അതിൻ്റെ ഒരു രീതിയാണ് കാണുന്നതെന്ന്. അങ്ങനെ ഞാൻ എന്നും അവിടെ ഹോസ്പിറ്റലിലിരുന്ന് ഈ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും തേനും നേർച്ച വസ്തുവൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇയാൾ തിയേറ്ററിൽ കയറ്റിയപ്പോൾ ആ സമയം മുഴുവനും ഞാനിത് ചൊല്ലിക്കൊണ്ട് മാതാവ് ഒന്നും വരുത്തേയില്ല എന്ന് വിശ്വസിച്ചു. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ തന്നെ ഇവിടെ വന്നു എൻ്റെ അടുത്ത് സന്തോഷത്തോടെ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യന് വേറെ കുഴപ്പമൊന്നുമില്ല, ബയോപ്സിക്കൊന്നും എടുക്കണ്ട, പക്ഷേ ഇയാൾക്ക് മുമ്പ് ടിവിയുടെ എന്തോ വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറിയ അവിടെയുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അതിനൊന്നും പ്രശ്നമില്ല, നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വലിയൊരു രോഗത്തിൽ നിന്ന്, അപ്പം അതിന് മുമ്പ് ഇതിന് ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞിരുന്നതാണ്, വലിയൊരു രോഗത്തിൽ നിന്ന് ഈ മനുഷ്യനെ രക്ഷിച്ചു. അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇനി വേറൊരു സാക്ഷ്യം, എൻ്റെ മോൾക്ക് നേഴ്സിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നേഴ്സിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വിടാതിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് 2004 അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ഒരു അച്ഛനുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ജോസപ്പച്ചൻ, ബഹുമാനപ്പെട്ട ജോസപ്പച്ചൻ്റെ അടുത്തൊന്ന് പോകുന്നു പറഞ്ഞു. ഞാനിവിടെ കൊണ്ടുവന്നു, ഇവളെ കാണിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവളെ നേഴ്സാകാൻ തന്നെയാണ് വിളിക്കുന്നത്, കാരണം അച്ഛൻ ഒരു ടിവിയിൽ ഇങ്ങനെ കാണുകയാണ്, ഒരു സാരി ഉടുത്തിട്ട് നീല കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു നേഴ്സിനെയാണ് കണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛൻ പറഞ്ഞനുസരിച്ച് നേഴ്സിങ്ങിന് വിട്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പോയി. ഇവളെ ഇപ്പോൾ MSc ഒക്കെ കഴിഞ്ഞതാണ്. അങ്ങനെ അയർലൻഡിലേക്ക് കിട്ടി. അവിടെ ഉണ്ടായിരുന്ന ആ മാഡം മലയാളികളോട് വളരെ പാർഷ്വാലിറ്റി കാണിക്കുന്ന ഒരു മാഡമായിരുന്നു. അങ്ങനെ ഈ മാഡത്തിന് ഇവളോട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ഇവൾ ഉടമ്പടി എടുത്തിരുന്നു. ആ കാശ് രൂപ എപ്പോഴും കൊണ്ടുപോകും. പിന്നെ 91 സങ്കീർത്തനം എഴുതി പോക്കറ്റിലിടും. പക്ഷേ ഈ മാഡം എന്നും ദേഷ്യപ്പെടുകയും ഒന്നും ചെയ്തില്ലെങ്കിലും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവളെ വേറൊരു വാർഡിലേക്ക് വിട്ടു. അപ്പോൾ അതിനിടയ്ക്കിൽ കൊറോണ വന്നിട്ട് എല്ലാ നേഴ്സുമാർക്കും അവിടെയുള്ള മാഡംസിനൊക്കെ കൊറോണ വന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ എപ്പോഴും ഇത് ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവേ കൊറോണ വരരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഇന്ന് വരെ ഈ മോൾക്ക് മാത്രം കൊറോണ വന്നിട്ടില്ല. അവളെ ആ വാർഡിൽ നിന്ന് അവർക്ക് മലയാളികളെ ഇഷ്ടമില്ല. അവർ വാർഡിൽ നിന്ന് മോളെ ഈ ഒരുപാട് വയസ്സന്മാരെയൊക്കെ കിടത്തിയിരിക്കുന്ന ഒരു വാർഡുണ്ട് അവിടെ. 80 കിലോ 90 കിലോ ഒക്കെയാണ് ഓരോരുത്തർ. അത് വീട്ടിലൊന്നും ഇഷ്ടമില്ലാതെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നതാണ്. മരിക്കുമ്പോഴാണ് അവരവിടെ നിന്ന് കൊണ്ടുപോവുക. അയർലൻഡാണ് സ്ഥലം എന്ന് ഓർക്കണം. അപ്പം വേഗം ഇവളുടെ ജൂനിയേഴ്സിനെയൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് ഇവളെ ആ വാർഡിലേക്ക് വിട്ടു. അങ്ങനെ വിട്ടപ്പോഴേക്കും കൊച്ചിന് ഭയങ്കര സങ്കടമായി. അതിനിടയിൽ കുഞ്ഞിനെയും അവളുടെ ഭർത്താവിനെയും കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പോൾ അതിനും മാതാവിന് നന്ദി പറയുന്നു. പിന്നെ ഇവൾ അവിടെ നിന്ന് വളരെ വിഷമത്തോടെ ഇതുപോലെ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ആ വാർഡിൽ ചെല്ലുമ്പോഴേക്കും അവരെയൊക്കെ പൊക്കുകയും വലിക്കുകയൊക്കെ ചെയ്യണം. അറ്റൻഡർമാരാണെങ്കിൽ അധികം സഹായിക്കുകയുമില്ല. ചില നേഴ്സുമാർ കൂടെയുള്ളവരും ചെയ്യാതെയൊക്കെ ഇരിക്കും.
അങ്ങനെ എന്നെ വിളിച്ച് പറയും, അമ്മേ ആ മാഡം കയറണാണെന്ന് പറയും. അപ്പം ഞാൻ പറയും, അങ്ങനെയല്ല, മാതാവ് ഒരുപാട് സഹിച്ച് ക്ഷമിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പറഞ്ഞു, ഇവിടെ നിന്നൊരു ഉന്നതി എനിക്കുണ്ടാകുകയില്ല, കാരണം അവിടെ വേറെ വാർഡിലുള്ളവർക്കൊക്കെ ഒരു ക്ലാസ്സൊക്കെ കിട്ടി കൂടുതൽ കിട്ടും. അപ്പോൾ അവൾ പറഞ്ഞു, അതൊന്നും ഉണ്ടാവില്ല അമ്മയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, മാതാവ് എല്ലാം തരും. അങ്ങനെ ഞാൻ പറഞ്ഞു, ക്ഷമിച്ച് പ്രാർത്ഥിക്കാം മേഡത്തിനോട്. അങ്ങനെ ഞാനും ഇവിടെ ഇരുന്ന് പറഞ്ഞു, മാതാവേ, ആ സ്ത്രീക്ക് ഒരറിവില്ലാത്തത് കൊണ്ടാണ്, മാതാവ് അവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ഇപ്പോഴ് ഞാൻ ഈ ജനുവരിയിൽ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നപ്പോൾ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൾക്കതൊന്നും ചെയ്യാൻ പറ്റാതെയായി. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇടയ്ക്ക് ബ്ലീഡിങ് ഒക്കെ വന്ന് പ്രശ്നമായി. എന്നിട്ട് ഇവിടെ വന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടായപ്പോൾ അവിടെ നിന്ന് പോരാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ജനുവരിയിലും ഇങ്ങനെ പുറത്തുനിന്ന് പേപ്പറിലൊക്കെ കണ്ട് എഡ്യൂക്കേറ്ററിൻ്റെ പോസ്റ്റ്, നേഴ്സിംഗ് എഡ്യൂക്കേറ്ററിൻ്റെ പോസ്റ്റ് കണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും പറഞ്ഞെടി അതൊന്നും കിട്ടുകയില്ല, കാരണം ഇവിടെ കോഴ്സ് എടുക്കാതെ എഡ്യൂക്കേറ്റർ പോസ്റ്റ് കിട്ടാൻ ഒട്ടും സാധ്യതയില്ല, നീ അതുകൊണ്ട് കൊടുക്കണ്ടെന്ന്. പക്ഷേ അവൾ പറഞ്ഞു, മാതാവിനെ വിചാരിച്ചുകൊണ്ട് അത് കൊടുത്തു. 3 പ്രാവശ്യവും കിട്ടിയില്ല. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം ഇപ്പം കൊടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നുമില്ല, മാതാവ് എല്ലാം തരും, അതുകൊണ്ട് നീ കൊടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം മോളെ അവിടെ സെലക്ട് ചെയ്തു. അതായത് അവൾ ആ പോകുന്നതിൻ്റെ തലേ ദിവസം, അവൾക്കാണെങ്കിൽ ഒന്നും എന്താ ചോദ്യം എന്നൊന്നും അറിയില്ല, അവിടുത്തെ ഇംഗ്ലീഷും ഒരുമാതിരി ആയിട്ടുള്ളൂ. അപ്പോൾ അവൾ പോകുന്നതിൻ്റെ തലേ ദിവസം, അപ്പം ജെറിക്കോ പ്രാർത്ഥന വന്നപ്പോഴൊക്കെ ചെല്ലുമായിരുന്നു. പോകുന്നതിൻ്റെ തലേ ദിവസം വേഗം ജെറിക്കോ പ്രാർത്ഥന എടുത്ത് ചെല്ലുകയും, അപ്പോൾ ജെറിക്കോ പ്രാർത്ഥന ചെല്ലിയപ്പോൾ അവിടെ ആ ഹോസ്പിറ്റലിൻ്റെ പടം എടുത്ത് വെച്ച്, മാതാവിൻ്റെ പടവും ജെറിക്കോ പ്രാർത്ഥന ചെല്ലിയപ്പം ഹോസ്പിറ്റലിൻ്റെ പടവും വെച്ചിട്ട് ഇവൾ ജെറിക്കോ പ്രാർത്ഥന ചെല്ലി. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 7 പ്രാവശ്യം ചെല്ലി. എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്കിത് തരണം. അങ്ങനെ ഇവൾ തൈലം എടുത്ത് നെറ്റിക്ക് കുരിച്ചിട്ട്, തൊണ്ടയിലും നാവിലും കുരിച്ചിട്ടു. എന്നിട്ട് ഇവൾ പിറ്റേ ദിവസം ഇവൾ ഒന്ന് മറിച്ചൊക്കെ നോക്കി എന്താണ്. അങ്ങനെ ഇവൾക്കൊന്നും അധികമൊന്നും പറയാനുള്ള ഇതൊന്നും തോന്നിയില്ലെങ്കിലും പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ ചോദിക്കുന്നതെല്ലാം ഇവൾ പറഞ്ഞു. എല്ലാ മാതാവാണ് പറഞ്ഞു കൊടുത്തതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ പറഞ്ഞെങ്കിലും തിരിച്ചു വന്നിട്ട് ഇവൾ പറഞ്ഞു, അതൊന്നും മലയാളികൾക്ക് കിട്ടുകയില്ല എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥന കൈവിടാതെ ഞാൻ ആരാധനയിൽ പോയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് രാത്രി ആയപ്പോൾ പറയുകയാണ്, 24 മണിക്കൂറിനുള്ളിൽ ഇവൾ സെലക്റ്റായി എന്ന് പറഞ്ഞ് അവർ വിളിച്ചിരിക്കുന്നു. അപ്പം ഈ 25-ാം തീയതിയാണ് മാതാവിനോട് കൂടെ മകൾ അവിടെ പോയി ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. മാതാവെല്ലാം ഇനി അവളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ അവൾ അവിടെ ഉടമ്പടി എടുത്തിട്ട് ഓൺലൈൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം 2 മാസം ചുമയോട് ചുമ, എല്ലാവർക്കും കൊറോണ ആയിരുന്നു, ഇവൾക്ക് വന്നില്ല. ചുമ വന്ന് അവസാനം അച്ഛനെ വിളിച്ചു. അച്ഛൻ അന്ന് എന്തോ മാതാവ് കൊടുത്താന്ന് തോന്നി. അച്ഛൻ വിളിച്ച് പ്രാർത്ഥിച്ച് അന്ന് തന്നെ ആ നെഞ്ചിലുള്ള എല്ലാം മാറി, പ്രശ്നം മാറി. 1 ആഴ്ചയായപ്പോഴേക്കും ചുമ പൂർണ്ണമായിട്ടും മാറി. അങ്ങനെ ഒരുപാട് അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ തൈലത്തിൻ്റെ കാര്യം, ആ മകൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് അവിടെ ചെന്നിട്ട് അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും കൂടെ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പുറത്ത് പോകുമ്പോഴൊക്കെ ഇവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ തൈലം എടുത്ത് നെറ്റിക്ക് തരിയെടുത്ത് 2 പേരും നെറ്റിക്ക് പുരട്ടിയിട്ട് ആണ് ചിലപ്പോഴൊക്കെ മിക്കവാറും പുറത്ത് പോയി തിരിച്ച് വരണവർ. അപ്പോൾ അവൻ പറഞ്ഞു, വഴിയിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു, എനിക്കെന്തോ തല കറങ്ങുന്ന പോലെ, പിന്നെ അതുമല്ല ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ അന്നേരം ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്ത് തിരിച്ച് വന്ന് കയറി വീട്ടിലകത്ത് കയറിയപ്പോഴേക്കും ബാത്റൂമിൽ പോകാൻ പോയതാണ്. ബാത്റൂമിൽ അവിടെ അടിച്ച് വീണ് ബോധമില്ല. അപ്പോൾ അവിടെ ആരെയും വിളിക്കാനൊന്നും പറ്റില്ല, ഫ്ലാറ്റ് പോലത്തെ സ്ഥലമാണ്. അവൾ എൻ്റെ ഈശോയെ, എൻ്റെ മാതാവേ എന്ന് ഉറക്കെ നിലവിളിച്ചു. ആ സമയം അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മേല് മുഴുവനും തടിച്ച് പൊങ്ങി, ചൂടുണ്ട്. അങ്ങനെ ഇവൻ കണ്ണുറന്ന് നോക്കി. ഉടനെ ഇവള് തേനെടുത്ത് കൊടുത്തു, വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനെ വിളിച്ചു, തൈലം പുരട്ടി. അങ്ങനെ അവൻ എഴുന്നേറ്റു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഇവന് ആർട്ടിക്കേരിയ ആൻജിയോ ഓഡിയാമ എന്നൊരു അലർജിയാണ്. ഇത് തണുപ്പൊക്കെ കൂടുമ്പോൾ ഉണ്ടാവും. പക്ഷേ ഈ അലർജി പെട്ടെന്ന് തൊണ്ട അടച്ചു പോയി. ഈ അലർജി വന്നാൽ ഉള്ളിലേക്ക് പാഞ്ഞു പോയാൽ മരണം വരെ വരാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ മാതാവ്, അവളുടെ തൊണ്ടയാണ് അടഞ്ഞു പോയി, ശ്വാസമൊക്കെ അടഞ്ഞു പോയി. അപ്പം മാതാവ് ആ മകന് ജീവൻ നൽകി, സംരക്ഷിച്ചു. ഇന്നിപ്പോൾ അവനൊരു ജോലിയും കിട്ടി. ജോലി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വിഷമമായിരുന്നു, കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. അങ്ങനെ ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇപ്പം 3 ദിവസം അവന് ജോലി കിട്ടും, ബാക്കിയുള്ള ദിവസം ഇവൾക്ക് ജോലിക്ക് പോകാം. അങ്ങനെയുള്ള ഒരു കാര്യം മാതാവ് ഞങ്ങൾക്ക് ക്രമപ്പെടുത്തി തന്നിരിക്കുന്നു. അവളെ അനുഗ്രഹിക്കും. വിഷയൻ്റെ അമ്മക്ക് അസുഖമൊക്കെ ഉണ്ട്, ഗർഭാശയ അതെല്ലാം ഇപ്പം കുറവുണ്ട്. അതിന് പൂർണ്ണമാകുമ്പോൾ ഞാനിവിടെ വന്ന് നന്ദി പറയും എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹസ്ബൻഡിന് മൈക്ക് കൊടുത്തേ. എത്ര വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപാനമാണ് മാറിയത്? ഞാനൊരു മൈക്ക് അടുപ്പിച്ച് വെച്ച് പറ. ഒരു 30-35 കൊല്ലമായിട്ടുണ്ട് മദ്യപിക്കണത്. മദ്യപാനം എന്ന് പറഞ്ഞാൽ പൈസ ഒരുപാട് കിട്ടും, അത് അങ്ങോട്ട് കളയും, പിന്നെ പൈസ ഒക്കെ എടുത്ത് ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്നത് ഈ മദ്യപാനം മാറ്റാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അന്നേരം മോൾക്ക് കുട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മോൾക്ക് കുട്ടീനെ കിട്ടി. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അത് വന്നത്, മോൾക്ക് കുട്ടീനെ കിട്ടിയത്. അപ്പോൾ അതുകൂടാതെ മോളെ ഒരു അണയിൽ കടിച്ചിട്ടുണ്ട് 92. ഈ അണയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പറയണത് സയൻസിലൊക്കെ. പക്ഷെ അതങ്ങനെ മനസ്സിൽ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞിനെയും കിട്ടി. പിന്നെ അവൾ എക്സാം എഴുതി പാസ്സായി. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ. പക്ഷെ മദ്യപാനമാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ദൂഷ്യമായിട്ടിരുന്നത്. കാരണം ഞാൻ അത്രയും പൈസ കളയുമായിരുന്നു. മദ്യപിച്ചെന്ന് പറഞ്ഞാൽ ആരും മേടിച്ച് കുടിക്കൂല, മദ്യപിച്ച ഞങ്ങളെ എല്ലാവർക്കും കൊടുക്കും. ഇപ്പം മദ്യപാനം നിർത്തിയിട്ട് ഇപ്പം എത്ര വർഷമായി? ഇപ്പം ഒരു 6 വർഷമാകുമ്പോൾ 6 വർഷമായിട്ട് മദ്യപിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് സാധനങ്ങളൊക്കെ വരും, പുറത്തുനിന്ന് ചേട്ടന്മാരുടെ മക്കൾ കൊണ്ടുവരും, ഞാൻ വളർത്തിയ കൊച്ചു കൊണ്ടുവരും, കാനഡയിൽ വന്നവരൊക്കെ കൊണ്ടുവന്നാലും ഞാനത് മേടിക്കില്ല, കഴിക്കവില്ല. അപ്പോൾ അതുകൊണ്ട് ഈശോയ്ക്ക് നന്ദി, എന്നെ ഇത്ര എത്തിച്ചതിന്. ഇപ്പം ഞാൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ, ചേട്ടന്മാർ 2 മരിച്ചുപോയി. എനിക്ക് കുടിച്ചു മരിച്ചേക്കണേ. എനിക്കിപ്പോൾ 70 വയസ്സായി. പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു അല്ലേ? അവ ദൈവം തന്ന കൃപക്ക് ഞാൻ നന്ദി പറയുന്നു, കോടാനുകോടി നന്ദി പറയുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചു വരും. വലിയൊരു സാക്ഷ്യമാണ്. കാരണം കൃപാസനത്തിൽ വർഷങ്ങളായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളാണ്. 2017 ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഈ ദമ്പതികൾ. അപ്പോൾ അതുവഴിയായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങളാണ്. ഒറ്റ മോളാണ്. ആ മകൾക്ക് വിദേശത്ത് അയർലൻഡിലാണ് ജോലി ലഭിച്ചത്. അപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ തന്നെ 80ഉം 90ഉം വയസ്സുള്ള പ്രായമായ അമ്മച്ചിമാരെയൊക്കെ കുഞ്ഞുങ്ങൾ അവിടെ കൊണ്ടേ ആക്കും. അപ്പോൾ ഇവരുടെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ ഒത്തിരി ജോലി സ്ഥലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എന്ന് വെച്ചാൽ നമ്മുടെ വിദേശത്തുള്ള ആൾക്കാരെ നമുക്കറിയാം, നല്ല ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഉള്ള ആൾക്കാരായിരിക്കും. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ഒരു നോർമൽ ഹൈറ്റും വെയിറ്റും ഒന്നും അല്ല അവർക്ക്. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടി ആ മകള്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാവരും പറഞ്ഞു അങ്ങനെ അയർലൻഡിലൊന്നും നഴ്സിംഗ് എഡ്യൂക്കേറ്ററായിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും ജോലി കിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ
അവിടുത്തെ കോഴ്സ് 6 മാസം എടുത്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. പക്ഷെ അത് കോഴ്സ് എടുത്തില്ല. വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ആ കോഴ്സ് എടുക്കാതെ തന്നെ ഈ മകൾക്ക് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിട്ട് നല്ല ജോലി അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൃഷിക്കാർ പോലും അത്ഭുതപ്പെട്ടെന്നുള്ളതാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് കിട്ടിയത്. അത് പുറപ്പാട് 33:14 തിരുവചനമാണ്. ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഭൂമുഖത്തുള്ള മറ്റ് ജനതകളെക്കാൾ വ്യത്യസ്തരായിട്ട് മാറും. അതാണ് പുറപ്പാട് 33:16 തിരുവചനം പറയുന്നത്. അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളെക്കാളും വ്യത്യസ്തരായിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴികൾ എന്ന് പറയുന്ന ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴികളിലൂടെ ആയിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത്. അതിൻ്റെ വലിയൊരു സാക്ഷ്യം കൂടിയാണ് ഈ മകൾക്ക് നഴ്സിംഗ് എഡ്യൂക്കേറ്ററായിട്ട് ഒത്തിരി ദുരിതങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ആ മകൾക്ക് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ അതിനു മുമ്പ് വന്ന് കണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു ആദ്യം കുഞ്ഞിനെ കിട്ടും, പിന്നെ ജോലി ലഭിക്കും, അല്ലേ? ജോസഫ് അച്ഛനെ വല്ലാറുപുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു 7-8 വർഷം മുമ്പ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും ഒന്നും ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഞാൻ അച്ഛനെ അടുത്ത് മോളെ കൊണ്ട് ചെന്നപ്പോൾ അച്ഛന് പറഞ്ഞത് നിനക്ക് ആദ്യം കുഞ്ഞിന് വേണം അല്ല ജോലി വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ് കുഞ്ഞിനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജോസഫ് അച്ഛൻ്റെ ആ വലിയ പ്രാർത്ഥന ശുശ്രൂഷ അഭിഷിക്തൻ്റെ പ്രാർത്ഥന വഴി അച്ഛൻ അന്ന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ആദ്യം കുഞ്ഞിനെ വേണോ പിന്നെ അല്ലെ രണ്ടാമത് ജോലി വേണം. അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആദ്യം കുഞ്ഞിനെ മതി എന്നാണ് ഇവർ പറഞ്ഞത്. അതുപോലെ തന്നെ ക്രമീകരിച്ചതിനെല്ലാം കിട്ടി, കുഞ്ഞിനെ കിട്ടി, അതെല്ലാം. അതുപോലെ തന്നെ ഈ അമ്മ പറയുകയായിരുന്നു പ്രഗ്നൻസി ടൈമിൽ യൂട്രസിൻ്റെ ആ ഒരു തിക്നെസ് എല്ലാം കുറഞ്ഞ് കുഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ അതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി കുടുംബത്തെ അനുഗ്രഹിച്ചു.